എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ മെയ് മാസത്തിനകത്ത് നടക്കേണ്ട വിടുതലുകളെ നമ്മൾ മുറുകെ പിടിക്കുകയാണ്. ആ വിടുതലുകൾ കണ്ടേ മതിയാവും. അതിനെ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക പൂർണ്ണ ഹൃദയത്തോടെ. അതിലൊന്നാണ് ആരാധനയും സ്തുതിയും. ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ജനങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്, കനാന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് ഞങ്ങളിൽ ആര് പുറപ്പെടണം? 12 ഗോത്രങ്ങളുണ്ട് ഇസ്രായേൽ മക്കൾ. ഇതിനകത്ത് ഏത് ഗോത്രം പുറപ്പെടണം? അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, യഹൂദ പുറപ്പെടട്ടെ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതി മുൻപിൽ നിന്നാൽ ജയം ഉറപ്പാണ്. എല്ലാ പ്രാർത്ഥനകളുടെയും എല്ലാ ഫെലോഷിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആ ഒന്നാമത് സ്തുതിയാണ്. എന്തുകൊണ്ടാണ് സ്തുതി മുമ്പിൽ വെച്ചിരിക്കുന്നത്? പ്രസംഗം ആദ്യം വെച്ചുകൂടെ? ആരാധനയാണ്, സ്തുതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയാണ്, സ്തുതികളിലാണ് ദൈവം വസിക്കുന്നത് എന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്നു. സ്തുതിക്കുക, ദൈവത്തെ പുകഴ്ത്തുക. സ്വർഗത്തിൽ ദൂതന്മാർ, കോടാനുകോടി ദൂതന്മാർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ വരെ കുലുങ്ങുകയാണ്. സ്വർഗത്തെ കുലുക്കുന്ന ആരാധന നടക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? കുഞ്ഞാടേ, അങ്ങ് അറുക്കപ്പെട്ടു. യേശുവേ, അങ്ങ് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങയുടെ രക്തം കൊണ്ട് ഭാഷക്കാരെ, ഗോത്രങ്ങളെ എല്ലാം വിലയ്ക്ക് വാങ്ങി എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ പാടാൻ നമുക്ക് കഴിയും. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ മരിച്ചു. ഞങ്ങളോടുള്ള പിതാവിന്റെ സ്നേഹം അവിടെ കാണുന്നു. സ്നേഹത്തിൽ നിന്നുള്ള സ്തുതി, ആരാധന. ഇത് എന്തെങ്കിലും ലഭിക്കാനാണോ? സ്വർഗത്തിലെ ദൂതന്മാർ അതിൽ കിട്ടാൻ വേണ്ടിയാണ് ആരാധിക്കുന്നത്? അല്ല, അവന്റെ പരിശുദ്ധി കണ്ടിട്ട്, അവന്റെ മഹത്വം കണ്ടിട്ട്. ദൈവത്തെ ഓർത്ത് ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ലെന്നാണ് റോമാലേഖനത്തിൽ തുടക്കത്തിൽ പറയുന്നത്. ദൈവത്തെ ദൈവമായി നാം മഹത്വപ്പെടുത്തണം. അപ്പോൾ സ്തുതി മുന്നിൽ പോകണം. ഒന്നാമത് സ്തുതി, പുറകെ പ്രാർത്ഥന. ഒന്നാമത് ആരാധന, പുറകെ പ്രാർത്ഥന. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായിരിക്കണം കൂടുതൽ സമയം. എന്നോട് പലരും ചോദിക്കും, ഈ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വന്നാൽ ഇത്രയും നേരം ആരാധിക്കണോ? ഇത്രയും പാട്ടുകൾ പാടണോ? ഇത്രയും നേരം നിന്നുകൊണ്ട്? അതെ, ദൂതന്മാർ അവിടെ കസേരയിൽ ഇരുന്നൊന്നും അല്ല ആരാധിക്കുന്നത്. അവര് പറന്നുകൊണ്ട് ആരാധിക്കുന്നത്. കുറഞ്ഞപക്ഷം ചിറകില്ലാത്ത നമ്മൾ നിന്നുകൊണ്ടെങ്കിലും ആരാധിക്കണ്ടേ? കസേരയിലിരുന്ന് മൊബൈലും നോക്കി കോട്ടുവായിട്ട് ഇടക്കിടക്ക് ഒരു കോള് വരുമ്പോൾ ഇറങ്ങിപ്പോകുന്നത്, ഇതൊക്കെ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. മൊബൈൽ സൈലന്റിലോ ഫ്ലൈറ്റ് മോഡിലോ ഇട്ടിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആരാധനയ്ക്ക് വരണം. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ മുതലേ അവിടെ ഉണ്ടാകും. യാഗപീഠം പണിത് യാഗമൃഗത്തെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് പിന്നത്തെ പ്രാർത്ഥനയിലാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയത്. ഏലിയാവ് ചെയ്ത കാര്യം. അപ്പോൾ യാഗപീഠം പണിയുമ്പോൾ പലരും അവിടെ ഇല്ല, യാഗമൃഗത്തെ വെക്കുമ്പോഴും ഇല്ല. തീ ഇറക്കാൻ വേണ്ടി കുറച്ച് പേര് ലാസ്റ്റ് വരും. അങ്ങനെ തീ ഇറങ്ങൂല്ലേ? എല്ലാവരും അവരവരുടെ യാഗപീഠം പണിയണം, ഗോത്ര സംഖ്യക്കൊത്തവണ്ണം. അതായത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞൊരു യാഗപീഠം പണിയണം. എന്നിട്ട് യാഗമൃഗത്തെ, യേശുക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കണം. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അവിടെ തീ ഇറങ്ങും. ആ തീ അനുഗ്രഹത്തിന്റെ തീ. ദൈവം ജീവിക്കുന്നു എന്ന് കണ്ട് എല്ലാവരും ഭയപ്പെട്ടു എന്നാണ്. അപ്പൊ ആ ഭയപ്പെടുത്തുന്ന അത്ഭുതം ചെയ്യുന്ന ദൈവം, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഭയപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോയി.
നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ മഹത്വപ്പെടുത്താം. ക്രൂശിതനേ മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ നിൻ സാമീപ്യം യേശുനാഥാ എന്നിൽ ജീവശ്വാസം നൽകും ദേവാ. ധന്യം നിന്നെ ധ്യാനിക്കുന്നീ നേരം യേശുവേ. നായക യേശുവേ നായക. ക്രൂശിതനേ മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ എന്നെ തേടി വന്ന നാഥാ ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ. യേശുവേ നായക. ഓ യേശുവേ നായക. ക്രൂശിതനേ മഹോന്നതനേ നിത്യനായോനേ ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ നിൻ വാഗ്ദത്തം നിത്യജീവൻ
യേശുവേ നായക എന്നെ തേടി വന്നവനെ യേശുവേ നായക വിശ്വാസത്തിന്റെ നായകനെ യേശുവേ നായക. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഭയപ്പെടുത്തുന്ന ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകും. ഒരുമിച്ച് കൂടി, ഒരുമിച്ച് ആരാധിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അതാണ്. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 10 പറയുന്നു. വചനം അഭിഷേകം കൊണ്ടുവരും, വചനം മാറ്റങ്ങൾ കൊണ്ടുവരും, വചനം പാപബോധം കൊണ്ടുവരും, വചനം ജീവിതത്തിൽ തീരുമാനശേഷിയുള്ളവരാക്കി മാറ്റും, ധൈര്യം കൊണ്ടുവരും. അപ്പൊ ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ വചനം കേൾക്കണം. ഒരു ആഴ്ചയിൽ ഒരു ദിവസം വചനം കേട്ടാൽ എന്താകാൻ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കണ്ടേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ലോകത്തിൽ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കഴിയും? ഞായറാഴ്ച മാത്രം ഭക്ഷണം കഴിച്ചാണോ ജീവിക്കുന്നത്? ഒരു ദിവസം ജീവിക്കുന്ന രാവിലെ ഉച്ചക്കും വൈകിട്ടും ഭക്ഷണം കുറഞ്ഞത് 5 നേരം കഴിക്കുന്നവരുണ്ട്. ചൈനക്കാരെ പോലെ ഒരു നേരം കഴിക്കുന്നവരുണ്ട്. ഒരു നേരം എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയ രാത്രി വരെ, അങ്ങനെ ഒരു നേരം കഴിക്കുന്നവരുണ്ട്. ഞായറാഴ്ച മാത്രം കഴിച്ചാൽ, ആത്മീയ ഭക്ഷണം കഴിച്ചാൽ എവിടെ ബലമുണ്ടാകും? അതുകൊണ്ട് ഈ കാലയളവിൽ വിശ്വാസികൾ വളരെ ബലഹീനരാണ്. പ്രാർത്ഥിക്കാൻ അറിയില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, ഒരു വെളിപ്പാട് പോലും കാണാത്തവർ. സ്വർഗീയ സ്വപ്നങ്ങൾക്ക് പകരം ആന കുത്താൻ ഓടിച്ചിടുന്നതും പട്ടി കടിക്കാൻ ഓടിച്ചിടുന്നതുമായ സ്വപ്നം കണ്ട് കട്ടിലേന്ന് താഴെ വീഴുന്ന വിശ്വാസികൾ. എന്തൊരു കഷ്ടമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇവർ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവരുടെ മേൽ വ്യാപരിച്ച ദൈവപ്രവൃത്തി ഭയങ്കരമാണ്. എല്ലാവരെയും പേടിപ്പിച്ചു കളഞ്ഞു. യെരൂശലേമിനെ കുലുക്കുകയാണ് അത്ഭുതങ്ങൾ കൊണ്ട്. പട്ടണങ്ങളെ അത്ഭുതങ്ങൾ കൊണ്ട് വിറപ്പിച്ച ചരിത്രമാണ് പിന്നീട് വരുന്നത്. ഫിലിപ്പോസ് ഒറ്റക്ക് പോയി ശമരിയ പട്ടണത്തെ പിടിച്ചു കുലുക്കി. അവിടുത്തെ കൊടിയ മന്ത്രവാദികൾ പോലും പേടിച്ച് വിറച്ച് സ്നാനപ്പെട്ട് ഫിലിപ്പോസിന്റെ കാൽക്കലിരുന്നെന്നാണ്. വലിയ വലിയ മന്ത്രവാദികൾ, പണ്ടാരോ പറഞ്ഞ പോലെ സ്വാമി കിടുകിടാനന്ദൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കിടുകിട വിറപ്പിച്ച കിടുകിടാനന്ദനായിരുന്നു ആര്? ഈ സ്വാമി. കിടുകിടാനന്ദന്മാര് പോലും, അവര് പോലും കിടുകിടാ വിറച്ച് ദൈവസന്നിധിയിൽ അഭിഷിക്തരുടെ കാൽക്കൽ വന്നിരുന്നു. ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കയ്യാൽ, നമ്മുടെ വാക്കുകളാൽ, നമ്മുടെ പ്രാർത്ഥനയാൽ തീയിറങ്ങുമെന്നേ. മുമ്പ് ചിന്തിച്ചതുപോലെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ തീയിറങ്ങി. ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും. ഒറ്റക്ക് നിന്ന് പൊരുതിയ ഒരു മനുഷ്യനാണ് ഏലിയാവ്. നീ കൂട്ടായ്മയൊക്കെ ആരുമില്ലേ? നിന്നെ ഒറ്റക്ക് ദൈവം, ഞങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചല്ല, ഞങ്ങൾ 2-3 പേര് വേറെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഞാൻ ഒറ്റക്ക പ്രാർത്ഥനക്ക് മതി. നീ ഒറ്റക്ക് യാഗപീഠം പണി, അതിൽ തീയിറങ്ങും. എല്ലാവരും ഭയപ്പെട്ട് കവിണ്ണു വീണെന്നാണ്. ഇസ്രായേൽ മുഴുവനും ഏലിയാവിൻ്റെ ആ യാഗപീഠത്തിൻ്റെ മുൻപിൽ വീണ് കിടക്കുകയാണ്. കാരണം സ്വർഗത്തിലെ തീയിറങ്ങി. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. പെന്തക്കോസ്ത് നാളിലും ദൈവം തീ കൊണ്ടാണ് ഉത്തരമരുളിയത്. അടുത്ത വാക്യം, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലതും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദേവാലയത്തിൽ ദിനംപ്രതി കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും
സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. അവിടെ നടന്നത് വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചിരുന്നു. ഒറ്റക്കെട്ടായിരുന്നു. വിശ്വസിക്കുന്നവർ ഒറ്റക്കെട്ട്, ഒരു മന പെടുക. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്തു ചോദിച്ചാലും കർത്താവ് തരുമെന്ന് പറഞ്ഞു. ബാബേൽ കോട്ട പണിത ചരിത്രം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലല്ലേ. അവരുടെ വാക്കുകളൊന്ന്, അവരുടെ ഭാഷയൊന്ന്, അവർ എന്ത് പ്ലാൻ ചെയ്യുന്നുവോ യൂണിറ്റി ഉള്ളത് കൊണ്ട് അത് അവർക്ക് ചെയ്യാൻ കഴിയും. അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമല്ല. യൂണിറ്റിയുടെ ശക്തി അതാണ്, ഐക്യത. പല രാജ്യങ്ങൾ ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം ആ രാജ്യത്ത് അവരുടെ നിയമത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ആ രാജ്യത്തെ ഭരണത്തോട് അവർ ചേർന്ന് നിൽക്കുകയാണ്. എന്നാൽ ഒരു ഭരണം ഒരു രാജ്യത്തുള്ളപ്പോൾ ആ ഭരണകർത്താക്കൾക്ക് എതിരെ നിന്ന് നോക്ക്, ആ രാജ്യം ചിതറിപ്പോകും. എന്നാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഏത് കൂട്ടവും വളർന്നു വരും. ഒരുമിച്ച് നിൽക്കുന്ന ഏത് പാർട്ടിയും വളരും. അപ്പോൾ യൂണിറ്റിക്ക് പാപികളുടെ ഇടയിൽ മാത്രമല്ല, എല്ലായിടത്തും ദൈവമില്ലാത്തവർക്കും ദൈവമുള്ളവർക്കും യൂണിറ്റിയിൽ ഒരുപോലെ ശക്തിപ്പെടാൻ കഴിയും. എന്നാൽ നമ്മുടെ ഐക്യതയെ കെടുത്തുന്ന, ഐക്യമത്യത്തെ തകർക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാചാദ്യം തകർക്കുന്നത് ഐക്യതയാണ്. ദൈവം എന്തുകൊണ്ടാണ് ബാബേൽ കോട്ട പണിയുന്നത്? തകർക്കാൻ. അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞത്. കാരണം ദൈവത്തിന് വിരോധമായി അവരൊരു കോട്ട പണിതു. ഭൂമിയിൽ എല്ലായിടത്തും പോയി അനുഗ്രഹിക്കപ്പെടാനാണ് ദൈവം അവരെ ആക്കിയത്. അവരെങ്ങും പോകുന്നില്ല. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. നമുക്ക് നമ്മുടേതായ ഒരു ലോകം, ദൈവമൊക്കെ വേറെ. ആ ഒരു മനോഭാവത്തിൽ അവർ ഒന്നിച്ചപ്പോൾ ദൈവം അതിനെ ചിഹ്നിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവം അവിടെ ഭിന്നിപ്പിച്ചപ്പോൾ ഭാര്യയും ഭർത്താവും പിള്ളേരും ഒരു ഭാഷ, അടുത്ത ഭാര്യയും ഭർത്താവും പിള്ളേരും വേറൊരു, അല്ലാണ്ട് ഭാര്യ ഒരു ഭാഷ, ഭർത്താവ് ഒരു ഭാഷ, അങ്ങനെയല്ല. ഓരോ ഫാമിലികളായിട്ട് ദൈവം അവരുടെ ഭാഷയെ വിഘടിപ്പിച്ചു. അങ്ങനെ ചൈനീസ് ഭാഷ പറയുന്നവരെല്ലാം കൂടി ഇന്ത്യയുടെ ഒരു വടക്ക് ഭാഗത്ത് ഒരു വലിയ ഭൂപ്രകൃതിയിലോട്ട് പോയി. ആഫ്രിക്കൻ ഭാഷ പറയുന്നവർ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലോട്ട് പോയി. അവർ യാത്ര ചെയ്തു. കാരണം അവർക്ക് ഇവിടെ പറ്റുന്നില്ല. ഭാഷ അവരെ കലക്കിക്കളഞ്ഞു. കുറെ പേര് ഓരോരുത്തർ ഓരോ കപ്പലുകളിലൊക്കെ ബോട്ടുകളിലൊക്കെ കയറി ഓരോ സ്ഥലത്തോട്ട് പോയി. അങ്ങനെ നീങ്ങി ഭൂമി മുഴുവനും എത്തി. ദൈവത്തിന് അറിയാം എങ്ങനെ ഇവരെ എല്ലായിടത്തും എത്തിക്കാം. അതേ ദൈവം തന്നെ പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും പറയുന്ന ഭാഷ 120 പേരെ കൊണ്ടും പറയിപ്പിക്കുകയാണ്. ഭാഷയ്ക്ക് ശക്തിയുണ്ട്. യൂണിറ്റിയുടെ ഭാഷ, ഐക്യതയുടെ ഭാഷ, സ്നേഹത്തിന്റെ ഭാഷ, ഐക്യമത്യത്തിന്റെ ഭാഷ. ഐക്യമത്യ മഹാബലം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അവിടെ അവരെ ഭിന്നിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ അവർ ഒരുമിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു. വിശ്വസിക്കുന്നവരെല്ലാം ഒരു മൈൻഡിലോട്ട് വരണം, ഒരേ വിഷനിലേക്ക് വരണം. ഒരു വിഷനും ഒരു മിഷനുമായിട്ട് മാറണം വിശ്വസിച്ചവർ. അതായത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇപ്പോൾ ആലപ്പുഴയിലുള്ളത് ഒരു കുടുംബമാണ്. എറണാകുളത്തോട്ട് പോകുമ്പോൾ അവിടെയുള്ള സഭ വേറൊരു കുടുംബമാണ്. ഓരോ കുടുംബത്തിനും ഉപദേശങ്ങളെല്ലാം ഒന്നാണ്, കർത്താവിനെയാണ് കാത്തിരിക്കുന്നതെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്കൊക്കെ വ്യത്യസ്തമായ വിഷനുകളും മിഷനുകളും ദൈവം കൊടുക്കും. എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ.
കൃഷിക്കാരുടെ കൂട്ടമാണെങ്കിൽ കൃഷിക്കാർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടും ഓരോ നാടിന് പറ്റിയ കാഴ്ചപ്പാടും രീതികളും കൊടുക്കും. ഓരോ രാജ്യത്തുമുള്ള സഭകൾക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടും ഓരോ സ്ഥലത്തിൻ്റെ സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ദർശനവും ആ ദേശത്തെ നേടാനുള്ള വിഷനും മിഷനും ദൈവം കൊടുക്കും. അപ്പോൾ ഓരോ സഭകൾക്കും പ്രത്യേകം വിഷനുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സഭയിൽ ഉറച്ചു നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. വിശ്വസിച്ചവരുടെ കൂട്ടം, വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചിരുന്നു ഒരു കൂട്ടമായിട്ട് നിൽക്കണം. അവർക്ക് ഒരു വിഷനായിരിക്കണം, രണ്ട് വിഷനാകരുത്. രണ്ട് കാഴ്ചയാണെങ്കിൽ അത് ഒരാൾക്ക് തന്നെ ഒരു സാധനം രണ്ടായിട്ട് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഈ കപ്പ് ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത്, ഞാൻ ഏതേ കയറി പിടിക്കും? ഒരു കപ്പ് ഇവിടെയും ഒരു കപ്പ് ഇവിടെയും, ഞാൻ ഏതേ കയറി പിടിക്കും? ഉടനെ അതിനെ പറ്റിയ കണ്ണാടി ഞാൻ വെക്കണം. എൻ്റെ കണ്ണിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്, ഒരു വിഷനിലേക്ക് വരണം, അല്ലേ? അപ്പൊ ലാറ്റിനിൽ DI അധികം പ്ലസ് വിഷൻ, DI എന്നാ കൊടുത്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ്, രണ്ട് എന്നുള്ള വാക്ക്. ഡിവിഷൻ നമ്മൾ പറയില്ലേ, ചില സ്ഥലത്ത് ഭയങ്കര ഡിവിഷനാണ്. സ്കൂളിൽ തന്നെ പല ഡിവിഷനുണ്ട്, ABCD. എങ്ങനെ? അത് ആ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഡിവിഷനുകൾ തിരിക്കും. സഭയിൽ ഡിവിഷൻ ഉണ്ടാകരുത്. സഭ ഒരുമിച്ചായിരിക്കണം. ഓരോ നാട്ടിലും ഓരോ സഭയ്ക്കും പ്രൈസ് ജനറേഷൻ ചർച്ചിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ജനറേഷൻ, സ്തുതിക്കുക, ദൈവത്തെ എല്ലാ കാലത്തും സ്തുതിക്കുക, ജീവൻ തന്ന രക്ഷിച്ച ദൈവത്തെ പാടി സ്തുതിക്കുക. അപ്പോൾ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വചനമുണ്ട്, അതും കുറവൊന്നും വരുത്താറില്ല. എന്നാൽ ആരാധന അതിന് പ്രാധാന്യമുണ്ട്. അത് ദൈവം വ്യക്തമായിട്ട് തന്നൊരു വിഷനാണ്. എന്നാൽ ചില ചർച്ചിൽ ചെന്നാൽ 2 പാട്ട് പാടിക്കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, പാട്ടിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കൂല, വർഷിപ്പ് ലീഡേഴ്സിനെയും ആരെയും ശ്രദ്ധിക്കൂല. 2 പാട്ട്, ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് കയറിയിട്ട് മതി എന്ന് പറഞ്ഞാൽ തീർന്നു. അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കൂല. അവിടെ വചനം പഠിപ്പിക്കലാണ്, ഭയങ്കര പഠിപ്പിക്കല. നല്ലതാണ്, വചനം പഠിപ്പിക്കണം. എന്നാൽ ഒന്നാം സ്ഥാനം ആരാധന എന്നുള്ളത് ബൈബിൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ആരാധിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കണം. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തിയ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ഒരു വിഷനിൽ നിൽക്കുന്നവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അങ്ങനെ ഓരോ വിഷൻ, ചില ചർച്ചുകളിൽ അവരുടെ മിനിസ്ട്രിയുടെ രീതികൾ വേറെയായിരിക്കും. ചില ചർച്ചുകൾ ചാരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്ന വിഷനാണ്. അത് ഏറ്റവും നല്ലത്. ചാരിറ്റി പ്രവർത്തനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. ചിലർ പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭകൾ. എല്ലാം നല്ലതാണ്, എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം, ആരാധന ദൈവത്തിന് കൊടുക്കണം. ആരാധന കുറയരുത്. അതാണ് ഈ ജീസസ് എവരിഡേയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ ആരാധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 13 വായിക്കുന്നു, അവർ ഉപവസിച്ചും ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ചിലരെ ദൈവം അപ്പോസ്തലന്മാരാക്കി വേർതിരിച്ചത്. ബർന്നബാസിനെ, ശൗലിനെ അവർ ഉപവസിച്ചുകൊണ്ട് ആരാധിച്ചു. പ്രാർത്ഥിച്ചെന്നല്ല, ആരാധിച്ചു, ദൈവത്തെ പുകഴ്ത്തി. ആരാധനക്ക് വലിയ വലിയ സ്ഥാനമുണ്ട്. ആരാധിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവർ അല്ലെങ്കിൽ വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചിരുന്ന് ഒരു വിഷനിൽ മുന്നോട്ട് പോയാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് അത് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ ആരാധന വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ പറയുന്ന ഒരേ വിഷയം
ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്ത് സംസാരിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും അവർ പാടി പാടി യേശുവിനെ സ്തുതിക്കട്ടെ. ഏത് നേരത്തും ആത്മാവിൽ സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ വീടുകൾ ആനന്ദത്തിന്റെ ഇടമായി മാറട്ടെ. സൗഖ്യങ്ങൾ അവർ കാണട്ടെ. ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി ഇനിയുള്ള ദിവസങ്ങൾ അവർ അതിശയങ്ങൾ കാണട്ടെ. ഇന്ന് ഇത് കേൾക്കുന്ന പലരുടെ വീടുകളിൽ വളരെയധികം പ്രയാസങ്ങളുണ്ട്. അതിന്റെ നടുവിൽ നിന്ന് ആരാധിച്ചവർ ദൈവപ്രവർത്തികളെ കൊണ്ടുവരട്ടെ. അത്ഭുതപ്പെടുന്ന, ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ കർത്താവിന്റെ ശക്തിയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇത് കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 നാളെ രാവിലെ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഒരുമിച്ച് ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാം. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് പറയണം. ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വിതയ്ക്കാൻ കഴിയും. അടുത്ത ആഴ്ച വിതയെക്കുറിച്ച് നിങ്ങളോട് പറയാം. നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, സ്തുതിയിലൂടെ അനുഗ്രഹിക്കപ്പെടാം, വിതയിലൂടെ എങ്ങനെയാണ് വിതയ്ക്കേണ്ടത്. ഒരു കൃഷിക്കാരൻ വിതയ്ക്കും, 100 മേനി കൊയ്യും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ആമേൻ.